നമസ്കാരം. ഞാൻ മുഹമ്മദ് ഷമീം ഫൈസി, നല്ലയിൽ ആയുർവേദ മുള്ളമ്പാറയിലെ അക്യൂപഞ്ചറിസ്റ്റ്, മർമ്മ തെറാപ്പിസ്റ്റുമാണ്. ഇന്ന് നമുക്ക് ഹിജാമയുടെ അതായത് കപ്പിംഗ് തെറാപ്പിയുടെ ഗുണങ്ങൾ പറയാം. കപ്പിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നേരെ അതിന് ഹിജാമ എന്ന് പറഞ്ഞുകൂടാ. വിവിധ ഇനം കപ്പിംഗ് തെറാപ്പികളുണ്ട്. കൊമ്പ് വെക്കാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ സാധാരണയായി ഫൈബറിൻ്റെ ഗ്ലാസ് രൂപത്തിലുള്ള കപ്പുകളാണ് ഉപയോഗിച്ച് വരാറുള്ളത്. അതിൽ ഡ്രൈ കപ്പിംഗും ഉണ്ട്, അതുപോലെ തന്നെ മസാജ് കപ്പിംഗും ഉണ്ട്, മറ്റനേകം ഇനങ്ങളുണ്ട്. അതിൽ രക്തത്തെ ഒഴിവാക്കുന്ന തരത്തിലുള്ള കപ്പിങ്ങിനാണ് ഹിജാമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുൻകാലത്ത് കൊമ്പ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അത് ചെയ്തിരുന്നത്. അങ്ങനെയാണ് അതിന് കൊമ്പ് വെക്കൽ എന്ന പേര് വന്നത്. ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രത്യേകമായ മർമ്മഭാഗങ്ങളുണ്ട്. ആ മർമ്മഭാഗങ്ങളിൽ ഈ കൊമ്പ് വെച്ചുകൊണ്ട് ആ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഒഴിവാക്കുമ്പോൾ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസപ്രകാരമാണ് മുൻകാലത്തെ കൊമ്പ് വെക്കൽ ഉണ്ടായിരുന്നത്. ആയുർവേദത്തിൽ രക്തമോക്ഷം എന്ന് അതിന് പറയാറുണ്ട്. അട്ടയെ കടിപ്പിച്ചുകൊണ്ട് രക്തത്തെ ഒഴിവാക്കുന്ന ഒരു രീതി ആയുർവേദത്തിൽ പ്രാചീന കാലം മുതൽക്കേയുണ്ട്. പക്ഷേ യുനാനിയിലും പ്രവാചക വൈദ്യത്തിലും ഒക്കെയാണ് കൊമ്പ് ഉപയോഗിച്ചുകൊണ്ട് രക്തത്തെ ഒഴിവാക്കി രക്തം ശുദ്ധീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നത്. ശരീരത്തിൽ വിവിധ തരത്തിലുള്ള മർമ്മങ്ങളുണ്ട്. അക്യൂപങ്ചറിൽ ധാരാളം മർമ്മങ്ങൾ പറയുന്നു, 365 മർമ്മങ്ങൾ. അതുപോലെ പഴയ കാലത്തെയുള്ള മർമ്മ ശാസ്ത്രത്തിൽ 107 മർമ്മങ്ങളാണ് പറയപ്പെടുന്നത്. രണ്ട് ശാസ്ത്രവും മർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒട്ടനേകം വ്യത്യാസങ്ങൾ അതിനിടയിലുണ്ട്. മർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ആ മർമ്മത്തെ ഉത്തേജിപ്പിച്ചാൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിത്തീരും. ആന്തരിക അവയവങ്ങളിൽ പ്രധാനപ്പെട്ട ലിവർ, അതുപോലെ തന്നെ കിഡ്നി, ചെറുകുടൽ, വൻകുടൽ, ഇതിനെല്ലാം ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം പോയിന്റുകളുണ്ട് ശരീരത്തിൽ. അക്യൂപങ്ചറിലുമുണ്ട്, മർമ്മശാസ്ത്രത്തിലുമുണ്ട്. അക്യൂപങ്ചറിന് അതിനോട് ബന്ധപ്പെട്ട മർമ്മങ്ങളിൽ അക്യൂപങ്ചർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അക്യൂപ്രഷർ ചെയ്തുകൊണ്ടോ എനർജി വർദ്ധിപ്പിച്ച് ആന്തരിക അവയവങ്ങളുടെ കേടുപാടുകളെ അല്ലെങ്കിൽ ബലഹീനതകളെ ഇല്ലായ്മ ചെയ്ത് ആരോഗ്യം പ്രദാനം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അതിൽ മരുന്നിൻ്റെ ഉപയോഗമില്ല. അതുപോലെ മർമ്മശാസ്ത്രത്തിലും മരുന്നിൻ്റെ ഉപയോഗമില്ലെങ്കിലും മർമ്മത്തെ ഉത്തേജിപ്പിക്കാൻ സാധിക്കും. പക്ഷെ പണ്ട് മുതലേ ആയുർവേദത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആന്തരിക ഭാഗങ്ങളിലുള്ള മർമ്മങ്ങൾക്ക് ശക്തി പകരാൻ ഉതകുന്ന മരുന്നുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് മർമ്മത്തിന് ശക്തി കൊടുക്കും. എന്നാൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ കപ്പ് ചെയ്തുകൊണ്ട്, അത് ഡ്രൈ കപ്പിംഗ് ഉണ്ടാകും, അതല്ലെങ്കിൽ ഓയിൽ കപ്പിംഗ് ഉണ്ട്. ഓയിൽ കപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ ഭാഗങ്ങളിൽ ഓയിൽ നിറച്ചുകൊണ്ടുള്ള കപ്പ് വെക്കുക എന്ന് മാത്രമാണ്. എന്നാൽ ഹിജാമ എന്ന് പറഞ്ഞാൽ രക്തത്തെ ഒഴിവാക്കലാണ്. ആ ഭാഗത്ത് നിന്ന് രക്തം ഒഴിവാക്കുന്ന സമയത്ത് ദുഷിച്ച രക്തങ്ങൾ ആ ഭാഗത്തേക്ക് വരാവുന്ന മർമ്മങ്ങളിലാണ് ചെയ്യുക. ഏതെങ്കിലും ഭാഗത്ത് എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. അതിന് പ്രത്യേക തിയറികളുണ്ട്. അതിന് ബുദ്ധിശക്തി വർദ്ധിക്കാൻ, മറ്റനേകം ഗുണങ്ങൾക്ക്, ശരീരത്തിൻ്റെ വേദനകൾ പോകാൻ, എത്രത്തോളം മൂത്രത്തിലെ കല്ല് അലിഞ്ഞു പോകാൻ വരെ, കിഡ്നിയിലെ കല്ല് ഇല്ലായ്മ ചെയ്യാൻ വരെ കപ്പിംഗ് ഉണ്ട്. അതിൽ മർമ്മശാസ്ത്രത്തിലെ പ്രത്യേകമായ ഒഴിച്ചിലുകളോ മർമ്മത്തെ ഉത്തേജിപ്പിക്കലോ ഉണ്ട്. പ്രാചീന കാലഘട്ടത്തിലുള്ള പല ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രത്യേകിച്ചും അറബി ഗ്രന്ഥങ്ങളിലും പ്രവാചക വചനങ്ങളിലുമെല്ലാം ഇത്തരം പോയിന്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് പോയിന്റുകൾ അക്യൂപങ്ചറിലും പറയുന്നുണ്ട്. അക്യൂപങ്ചർ ആ ശാസ്ത്രത്തോട് യോജിച്ച് ഒരുപാട് പ്രത്യേകമായ രോഗങ്ങൾക്കുള്ള പോയിന്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതനുസരിച്ച് കപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അനേക രോഗങ്ങളിൽ നിന്ന് മരുന്നില്ലാതെ തന്നെ രക്ഷപ്പെടാൻ സാധിക്കും. സൈഡ് എഫക്റ്റ് ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും. ഒരു കാലത്ത് തലമുടിയും മറ്റുമൊക്കെ നീക്കം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമായിട്ട് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഹിജാമ ചെയ്യുന്ന പ്രവണതയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അറബി ഗ്രന്ഥങ്ങളിൽ, അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ബാർബർ എന്നുള്ളതിന് അറബിയിൽ യഥാർത്ഥത്തിൽ ഹല്ലാഖ് എന്നാണ് പറയേണ്ടത്. പക്ഷേ പഴയ ഗ്രന്ഥങ്ങളിൽ, പഴയ കഥകളിൽ, പ്രയോഗങ്ങളിലൊക്കെ ഹജ്ജാമ എന്നാണ് പ്രയോഗിച്ച് കാണുന്നത്. കാരണം തലയിലെയും ശരീരത്തിലെയും മുടികൾ ഒഴിവാക്കുക എന്ന ജോലിയേക്കാൾ കൂടുതൽ മുൻകാലത്തുണ്ടായിരുന്ന ബാർബർമാരുടെ ജോലി ഹിജാമ ചെയ്യുക, അതായത് കപ്പിംഗ് ചെയ്യുക എന്നതാണ്. അതിന് വേണ്ടിയിട്ട്, കപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് തലമുടി നീക്കം ചെയ്യുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നെല്ലാം മുടി കളയുന്ന ആളുകൾക്ക്, ബാർബർമാർക്ക് ഹജ്ജാമ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി ഹല്ലാഖ് എന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. തലമുടി കളയുന്ന എന്ന ആ ഒരു പ്രവണതയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹിജാമ സജീവമായി കൊണ്ടിരിക്കുന്നത് അക്യുപങ്ചറിലൂടെയും അതേപോലെ തന്നെ യുനാനി
ഡോക്ടർമാരിലൂടെയുമാണ്. അങ്ങനെ ശരീരത്തിന് കേടുപാടുകളില്ലാതെ, സൈഡ് എഫക്റ്റ് ഇല്ലാതെ ശരീരത്തിനൊരു ഒട്ടനേകം ഗുണങ്ങൾ ഹിജാമ കൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഇതിൻ്റെ ഓരോ വിശദീകരണങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. അസ്സലാമു അലൈക്കും.